പെട്ടെന്ന് ഞങ്ങൾക്കും സ്ട്രൈക്ക് ചെയ്ത് ഇങ്ങനെയുള്ളതിനേക്കാൾ A1 എന്ന് പറയും ബെസ്റ്റ് അങ്ങനെ കരുതിയിട്ടുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സ്കൂട്ടർ വെച്ചിട്ടാണ് ആദ്യം തന്നെ ഇതിലേക്കുള്ള ഇൻവെസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച ദിവസങ്ങളിൽ അവരെ ജോലി ചെയ്തതിൻ്റെ ഒരു വിഹിതം അവർക്ക് കൊടുക്കുമ്പോൾ ആ സന്തോഷം. ഇവിടെ ഇപ്പോൾ പൊടി കുഴയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മെഷീൻ ഉണ്ട്. ഡിമാൻഡ് ഉള്ളത് മിക്സറാണ്. എൻ്റെ പേര് അഞ്ജു. ഞാൻ മണ്ണൂർ കാരകളിപ്പറമ്പ് A1 ഫുഡ് പ്രൊഡക്റ്റ് എന്ന പേരിലൊരു സ്ഥാപനം ചെയ്യാണ്. ഇവിടെ ബേക്കറി പ്രൊഡക്ട്സ് ആണ്. അതിൽ മിക്സർ ഐറ്റംസ് ഉണ്ട്, പിന്നെ ഒലവട, കപ്പ ചിപ്സ്, അതിൻ്റെ കൊള്ളി, കായ വറുത്തത്, അങ്ങനെ ഒരു 8 ഐറ്റംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. മിക്സറിൻ്റെ അതാണ്. ഇതിലിപ്പോൾ പൊട്ടുപരിപ്പ്, പിന്നെ പൂന്തി, സേവ് ഇനി കടലയും കൂടെ മിക്സ് ചെയ്യാണ്ട്. കടലപ്പോൾ അവിടെ ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇനിയിപ്പോൾ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. ശരിക്കും ഞാൻ പ്രൊഫഷണലി ടീച്ചിങ് ആണ് എനിക്ക്. അപ്പോൾ ഡെയിലി വേജിന് പോകാറുണ്ട്. പിന്നെ അതിനൊരു ഗ്യാപ്പ് വന്നപ്പോൾ എന്തെങ്കിലും ഇത് ചെയ്യാന്നുള്ള രീതിയിൽ ഒരു കുക്കിംഗ് താല്പര്യമാണ്. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്. പിന്നെ തൃശ്ശൂരുള്ളൊരു ഇളവരശി ചേച്ചിയുണ്ട്, ഈ അശ്വതി ഹോട്ട് ചിപ്സിൻ്റെ ഓണറാണ്. അവരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ആ ചേച്ചിയാണ് എനിക്ക് ഇതിലേക്കുള്ള ഒരു വഴി തുറന്നു തന്നത്. നമ്മളിവിടെ പാം ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ പണി കഴിയുമ്പോഴേക്കും തന്നെ അതിന് കണക്കാക്കി ഓയിൽ എടുക്കാറുള്ളൂ. വൈകുന്നേരം പണി കഴിയുമ്പോഴേക്ക് പിന്നെ കുറച്ചേ ഉണ്ടാകാറുള്ളൂ. അത് പിന്നെ മാറ്റിയിട്ട് ബയോഡീസലിൻ്റെ അവർ വന്നിട്ട് കൊണ്ടുപോവുക ചെയ്യുക. മാസത്തിലൊരിക്കലും അവർ വരും, എന്നിട്ട് അവർ വന്നിട്ട് കൊണ്ടുപോകും. ഈ മെഷീൻ വന്നതിന് ശേഷമാണ് നമുക്ക് പ്രൊഡക്ഷൻ ഡെയിലി ഒരു 100 കിലോ മിക്സിൽ വരെ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ മെഷീൻ വന്നതിന് ശേഷമാണ്. ഞാനും ഹസ്ബൻഡും എൻ്റെ അമ്മയും മേമമാരും അങ്ങനെ എല്ലാവരും കൂടെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ചുകൂടെ ഓർഡറൊക്കെ കിട്ടിയപ്പോൾ അങ്ങനെ ആളെ വെച്ചു. അടുത്തുള്ള ചേച്ചിമാർ തന്നെയാണ്, ഒരു 5 പേരുണ്ട്. അവർ ഇപ്പോൾ ഒരു 100ഓളം കടകളിലേക്ക് എത്തുന്നുണ്ട്. ഹോൾസെയിലായിട്ടാണ് കൂടുതൽ കൊടുക്കുന്നത്. ആദ്യം നമ്മൾ മാനുവലായിട്ടാണ് ചെയ്തിരുന്നത്. പിന്നെ ഓർഡർ കൂടിയപ്പോൾ പിന്നെ മെഷീൻ ഇറക്കി. അതിൻ്റെ പൊടി കുഴയ്ക്കുന്നതിനും ഉണ്ടാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് മെഷീൻ ഇറക്കി. ഇങ്ങനത്തെ ഒരു ആശയം എന്നോട് ഞാൻ തന്നെ പങ്കുവെച്ച് വൈഫ് ഇങ്ങനെ പറഞ്ഞാണ്, ഇങ്ങനെ സംഭവം തുടങ്ങിയാലോ, ഒരു ബേക്കറി പ്രൊഡക്ഷൻ യൂണിറ്റ് ആക്കിയാലോ, അപ്പോൾ നമുക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് വേറെ പരിപാടികളൊക്കെ ഉണ്ട്, ബിസിനസ്സും കാര്യമുണ്ട്, ജോലിയുണ്ട്. അപ്പോൾ ഞാൻ ധൈര്യമായിട്ട് ചെയ്തു പറഞ്ഞ് കൂടെ നിന്ന് കൊടുത്ത് അത് അവൾ ഇത്രത്തോളം ചെയ്യുന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇനി സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ ഞങ്ങൾ ചെറിയ വരുമാന മാർഗം കൂടെയാണ് ഇപ്പോൾ. അത് ചെറുതല്ല, മെയിനായിട്ട് ഇപ്പോൾ നിന്നാണ് നമ്മൾ കാര്യങ്ങളൊക്കെ നടന്നു പോണത്. ഇപ്പോൾ നമ്മൾ സപ്ലൈ ചെയ്യാനാൽ ഇപ്പോൾ ഇവിടുത്തെ മെയിൻ ബേക്കറികളൊക്കെ നമ്മളെ സാധനം അവർ ഉപയോഗിച്ച് നോക്കിയിട്ട് കസ്റ്റമേഴ്സിന് കൊടുത്തിട്ട് താല്പര്യമായതുകൊണ്ട് ഇപ്പോൾ നല്ല ചിലവുണ്ട് അവിടെയൊക്കെ. അപ്പോൾ അവർ ഇപ്പോൾ പ്രൊഡക്ഷൻ കൂടുതലുണ്ട്. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഡെയിലി പ്രൊഡക്ഷൻ ഉണ്ട് ഇപ്പോൾ അവിടെ, വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പൂർണ്ണ ക്രെഡിറ്റും വൈഫിന് കൊടുക്കണേ. നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ നമ്മളെ മക്കൾക്കാണല്ലോ കൂടുതൽ ഇതുപോലുള്ള സാധനങ്ങളോട് ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ അവർ കഴിക്കണ ഒരു സാധനമാണ്. അതേപോലെ തന്നെയാണ് എല്ലാ കുട്ടികൾക്കാണ് കൂടുതൽ എല്ലാ ബേക്കറി ഐറ്റംസിനോടും വലിയ ആൾക്കാരെക്കാളും കൂടുതൽ ഒരു താല്പര്യം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ കളറുകളൊന്നും ഉപയോഗിക്കാറില്ല. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്, നിറക്കൂട്ടുകൾ ചേർക്കാത്ത നാടൻ മിക്സർ. അപ്പോൾ നമ്മളെ സാധനങ്ങൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണെങ്കിലും അവരുടെ കയ്യിൽ എത്തിക്കാനുള്ള ചെയ്തു കൊടുക്കുന്നതാണ്. ഇത് കുറച്ചും കൂടെ വിപുലീകരിക്കണം എന്നുണ്ട്. കാരണം ഇപ്പോൾ മലപ്പുറം, കോഴിക്കോട് ആ 2 ജില്ലകളിലായിട്ടാണ് ഇപ്പോൾ നമ്മളെ മിക്സറാണ് കൂടുതലായിട്ട് ഇവിടുന്ന് പോകുന്നത്. പിന്നെ അത് കുറച്ചും കൂടെ എല്ലാ ജില്ലകളിലേക്കും എത്തിക്കണം, പുറത്ത് രാജ്യങ്ങളിലേക്കും എത്തിക്കണം എന്നൊക്കെയാണ് എൻ്റെ വലിയ ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊരു ലക്ഷ്യമുണ്ട്, അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ ഇന്നത്തെ സൊസൈറ്റി പറഞ്ഞാൽ നമുക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇപ്പം ഞാനിത് തുടങ്ങിയപ്പം തന്നെ എനിക്ക് അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടൊന്നും നേരിടേണ്ടി വന്നില്ല. ഒന്നാമതിപ്പോൾ നമുക്ക് ഫോണെടുത്ത് നോക്കിയാൽ തന്നെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുമോ. പിന്നെ ഒന്നാമത്തെ കാര്യം, ഏത് മേഖലയാണെങ്കിലും കോമ്പറ്റീഷനാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ സാധനങ്ങൾ നല്ല രീതിയിൽ ഉണ്ടാക്കുക, നല്ല രീതിയിൽ സപ്ലൈ ചെയ്യുക, അതിൽ തന്നെയുള്ളൂ കാര്യം.